ഇറ്റാലിയൻ ട്രക്ക് നിർമ്മാതാക്കളായ ഇവിക്കോയെ ഏറ്റെടുക്കാൻ ടാറ്റ മോട്ടോഴ്സ്. ഇറ്റലിയിലെ അഗ്നേലി കുടുംബത്തിന്റെ കൈവശമുള്ള ഇവിക്കോയുടെ നിയന്ത്രണാധികാരം സ്വന്തമാക്കാനാണ് ശ്രമം. വാണിജ്യ വാഹന വിപണിയിൽ കഴിഞ്ഞ 6 വർഷമായി ടാറ്റ മോട്ടോഴ്സിനേറ്റ തിരിച്ചടി മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുതിയ നീക്കങ്ങൾ. ബ്രിട്ടീഷ് വാഹന കമ്പനിയായ ജഗ്വാർ ലാൻഡ് റോവർ, സൗത്ത് കൊറിയൻ കമ്പനിയായ ദൈവു എന്നിവ നിലവിൽ ടാറ്റ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ്. ട്രക്കുകൾക്ക് പുറമെ ബസ്സുകളും എഞ്ചിനുകളും നിർമ്മിക്കുന്ന ഇവിക്കോയുടെ വിപണി മൂല്യം $4.9 ബില്യൺ ആണ്. അതായത് ഏകദേശം 42,200 കോടി രൂപ. ഇറ്റലിയിൽ 14,000 പേർ ഉൾപ്പെടെ 36,000 തൊഴിലാളികളാണ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഇറ്റലിക്ക് പുറമെ ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ മേഖലകളിലും കമ്പനിക്ക് സാന്നിധ്യമുണ്ട്. 2019 സാമ്പത്തിക വർഷത്തിൽ വാണിജ്യ വാഹന വിപണിയിലെ 42% ടാറ്റ മോട്ടോഴ്സിന്റെ കീഴിലായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024-25 വർഷം, ഇത് 36% ഇടിഞ്ഞതായി വാഹന നിർമ്മാതാക്കളുടെ സംഘടനയായ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2 ടണ്ണിൽ താഴെ ഭാരം വഹിക്കാൻ കഴിയുന്ന ചെറുഭാരവാഹനങ്ങളുടെ വിൽപ്പന കുറഞ്ഞതാണ് തിരിച്ചടിക്കുള്ള പ്രധാന കാരണം. ശ്രേണിയിൽ 6 വർഷം മുൻപ് 66% ഉണ്ടായിരുന്ന വിപണി വിഹിതം 53%-ലെത്തി. ചെറുഭാരവാഹനങ്ങളുടെ ഡിമാൻഡ് വിപണിയിൽ കുറഞ്ഞു വരികയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. 2019 ആകെ നിരത്തിലിറങ്ങിയ വാണിജ്യ വാഹനങ്ങളുടെ 23% 2 ടണ്ണിൽ താഴെയുള്ളതായിരുന്നു. 2024-25 ഇത് 16% കുറഞ്ഞു. ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങൾ വിപണിയിലെത്തിയതും വായ്പാ മാനദണ്ഡങ്ങൾ കടുപ്പിച്ചതും ചരക്ക് നീക്കത്തിനുള്ള കൂലി വർദ്ധിപ്പിച്ചതും ചെറുഭാരവാഹനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതും തുടങ്ങിയ കാരണങ്ങളൊക്കെയാണ് വിൽപ്പന കുറയാനിടയാക്കിയതെന്നാണ് വിലയിരുത്തൽ. ഇതിനെ മറികടക്കാൻ പുതിയ മോഡലുകളുമായി കളം നിറയാനുള്ള ശ്രമത്തിലാണ് ടാറ്റ മോട്ടോഴ്സ്. അടുത്തിടെ ഇലക്ട്രിക് CNG പെട്രോൾ പതിപ്പുകളിൽ പുറത്തിറങ്ങിയ എയ്സ് പ്രോയുടെ വില 3.99 ലക്ഷം രൂപ മുതലാണ്. ചെറുഭാരവാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിച്ച് വാണിജ്യ വാഹന വിപണിയിൽ 40% വിഹിതം നേടാനാണ് കമ്പനിയുടെ പദ്ധതി. ഇവിക്കോ പോലെയുള്ള കമ്പനികളെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും കമ്പനിക്കാകുമെന്നാണ് വിലയിരുത്തൽ.